ഹായ് എവ്രി വൺ. അപ്പം നമ്മൾ 6th ചാപ്റ്റർ ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് റോൾ ഓഫ് ദ ടീച്ചർ. ഇനി നമുക്ക് എന്താ നോക്കാം. ഓക്കെ, റോൾ ഓഫ് ദ ടീച്ചർ. Physical weakness, deformities, illness, etc. if any should be identified at the time of school entrance and medical aid should be made available for their children. അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സ് എന്തൊക്കെ ഹെൽപ്സ് ആണ് ചെയ്യേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഫിസിക്കൽ വീക്ക്നെസ്, അതുപോലെ ഡിഫോമിറ്റീസ് ആൻഡ് ഇൽനെസ്, എന്തെങ്കിലും ശാരീരികപരമായിട്ട് വയ്യായികയോട് കൂടിയാണ് കുട്ടി സ്കൂളിലേക്ക് വരുന്നതെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് അല്ലേ, എന്താണ് വൈദ്യസഹായം നൽകേണ്ടതും ആരുടെ ഒരു ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്, ടീച്ചറുടെ അല്ലേ. കുട്ടികളിപ്പോൾ പല കുട്ടികളും നമ്മൾ കെയർ ടേക്കേഴ്സൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന കുട്ടികളുണ്ടാവും. അതല്ലെങ്കിൽ ചെറിയ തോതിൽ അസുഖമൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ അവർ കുറച്ചുകൂടെ ഇൽനെസ് കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വയ്യായ്ക കൂടിയിട്ടുണ്ടാവും. സോ അവർ ഡള്ളായിരിക്കും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചറാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടിക്ക് ആവശ്യമായ മെഡിക്കൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, then teachers should seek active cooperation of the parents in making the atmosphere of the home suitable for proper emotional ഡെവലപ്മെൻറ്റ്. ടീച്ചേഴ്സ് എന്താ അന്വേഷിക്കണം എന്ന് പറയുന്നത്, എനിക്ക് പാരൻസായിട്ടൊരു കോപ്പറേഷൻ ഉണ്ടാവണം. എന്തുമായിട്ട്, കുട്ടി വീട്ടിൽ നല്ല അറ്റ്മോസ്ഫിയറിൽ തന്നെയാണോ വളരുന്നത് അല്ലേ. ആ കുട്ടിക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് വീട്ടിലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പാരൻസിനെ വിളിച്ച് അതല്ലെങ്കിൽ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള സിറ്റുവേഷൻസാണ് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് ആരാണ്, ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ പാരൻറ്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനും കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നല്ല അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യേണ്ടതും ആരാണ്, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ടത് ആരാണ്, ടീച്ചറാണ് അല്ലേ. വൺ ഓഫ് ദ റോളാണ് ടീച്ചറിൻ്റെ. ദെൻ interpersonal relationship in the school should be such that it should provide emotional security and a sense of belongingness to ചിൽഡ്രൻ. എന്താണ്, കുട്ടിക്ക് പരസ്പരം മറ്റുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ മറ്റു സ്റ്റുഡൻസുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഒക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്, ടീച്ചറാണ്. നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ ഉണ്ടാക്കേണ്ടത് ടീച്ചറാണ്. അത് അവരുടെ ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്നെസ് ഫീലിംഗ് ആർക്കുണ്ടാവും, കുട്ടികൾക്ക് അതിലൂടെ ഉണ്ടാവും. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെയും മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിലൂടെയും. ഓക്കെ, അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ടീച്ചറിൻ്റെ ഒരു റോളാണ്. ദെൻ പ്രൊവൈഡ് ഡിവേഴ്സിഫൈഡ് co-curricular ആക്ടിവിറ്റീസ് ഫോർ ദ ഫുൾ എക്സ്പ്രഷൻ ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് പെൻഡ് അപ്പ് ഇമോഷണൽ എനർജീസ് ഓഫ് ദ ചിൽഡ്രൻ. എന്താണ്, co-curricular ആയിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലേ. മാർഷ്യൽ ആർട്സ് ആവാം, ഗെയിംസ് ആവാം, സ്പോർട്സ് ആവാം, അങ്ങനെയുള്ള അതുപോലെ നമ്മൾ അബാക്കസ് അതുപോലെയൊക്കെയുള്ള കുറേ co-curricular ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക്. റീഡിംഗ് ആയിട്ടും റൈറ്റിംഗ് ആയിട്ടും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുക, ടീച്ചർ. കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കൂടെ തന്നെ അല്ലേ പലതരത്തിലുള്ള അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അവരുടെ ഉള്ളിൽ പെൻഡപ്പായിട്ട് കിടക്കുന്ന ഇമോഷണൽ എനർജീസ് എല്ലാം പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ, അവർക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ആരാണ് കൊടുക്കേണ്ടത്, ടീച്ചറാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെൻറ്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. എന്താണ്, കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം ടീച്ചർ. ഓക്കെ, ടീച്ചർക്ക് എന്താണോ അറിയുന്നത് അത് പഠിപ്പിക്കുന്നതിനുപരി കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആര് ശ്രദ്ധിക്കണം, ടീച്ചർ ശ്രദ്ധിക്കണം. ദെൻ ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് ഡിസയർഡ് ലവ് ആൻഡ് സിമ്പതി ഫ്രം ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൽ നിന്നും ലവും സിമ്പതിയും കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലവ് അല്ലെങ്കിൽ സിമ്പതി ആരുടെ ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, കുട്ടികൾ പറഞ്ഞാൽ ചെറിയ കുട്ടികൾ എപ്പോഴും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. സോ വേറെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു എൽഡറിൻ്റെ ഒരു ലവ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ എപ്പോഴും കുട്ടികൾ ആഗ്രഹിക്കും. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്നത് ടീച്ചേഴ്സാണല്ലേ, എസ്പെഷ്യലി നമ്മൾ കിൻഡർഗാർട്ടൻ സ്റ്റുഡൻസ്. സോ അങ്ങനെയുള്ള ഈ ഒരു ടോഡ്ലേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്, ടീച്ചേഴ്സാണ് അല്ലേ. സോ ടീച്ചേഴ്സ് നല്ല രീതിയിൽ കെയറിങ് ആൻഡ് ലവിങ് ആയിട്ട് വേണം കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പോൾ അടുത്തതായിട്ട് ടീച്ചറുടെ ഒരു റോളാണ് ഇമോഷൻസ് ആർ കോട്ട് ദേ ആർ നോട്ട് തോട്ട്. എന്താണ്, ഇമോഷൻസിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഇമോഷൻ ബ്രേക്ക് ആയിട്ടുള്ളൊരു സമയത്താണെങ്കിൽ എന്ത് ചെയ്യരുത്, ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഓക്കെ. ദെൻ അടുത്തത് പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്. എല്ലാ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യുക, മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അതായത് ധാർമ്മികമായിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. അത് ടീച്ചറുടെ ഒരു റോളാണ്. ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ ടു അഡോളസൻസ് ആയിട്ടുള്ള കൗമാരപ്രായക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു അറ്റെയിൻ ഇമോഷണൽ ബാലൻസ് ആൻഡ് ടോളറൻസ്. അത് അവർക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടാവാനും അതുപോലെ ടോളറൻസ്, ക്ഷമ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, മോറൽ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കാതറിൻ ബ്രിഡ്ജ് ഈസ് ദ പേഴ്സൺ ഹു സ്റ്റഡീഡ് ദ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു 24 months. കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫർ അവരുടെ ഒരു ലേഡിയാണ്. സോ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹു സ്റ്റഡീഡ് ദ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു 24 months. അവർ ഒരു ജനിച്ചത് മുതൽ 24 months, അതായത് 2 years വരെയുള്ള കുട്ടികളുടെ ഇമോഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓക്കെ. ദെൻ കാതറിൻ ബ്രിഡ്ജ് ഈസ് ദ പേഴ്സൺ ഹു സ്റ്റഡീഡ് ദ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു 24 months അല്ലേ. സോ ഇനി അത് നമ്മളൊരു ചാർട്ടായിട്ടാണ് പഠിക്കുന്നത്. സോ ആ ചാർട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അല്ലേ. കുട്ടികളുടെ ജനിച്ചത് മുതൽ 2 years വരെയുള്ള ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആ ചാർട്ട് വായിക്കുന്നതിലൂടെ അടുത്തതായിട്ട് നമുക്ക് ബ്രിഡ്ജസിൻ്റെ ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. സോ എന്താണ്, ബർത്ത് ടൈമിൽ കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് കാണുന്നതെല്ലാം എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് അവർ കാണുന്നത്. ദെൻ 3 months ആകുമ്പോഴത്തേക്ക് എക്സൈറ്റ്മെൻറ്റ് ഡിസ്ട്രസ്സും അതുപോലെ ഡിലൈറ്റുമായിട്ട് മാറുന്നു അല്ലെ. സന്തോഷവും അതുപോലെ ഒരു ഡിസ്റ്റർബൻസ് പോലെയുള്ളൊരു വികാരമായിട്ട് മാറുന്നു. അതുപോലെ 6 months ആകുമ്പോഴത്തേക്കും എക്സൈറ്റ്മെൻറ്റ് ഡിലൈറ്റ് ആവുന്നു, അതുപോലെ സന്തോഷമാവുന്നു, അതുപോലെ ഡിസ്ട്രസ് ഉണ്ടാവുന്നുണ്ട്, ആങ്കർ ഉണ്ടാവുന്നുണ്ട്, ഡിസ്ഗസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഫിയർ ഉണ്ടാവുന്നുണ്ട് അല്ലേ. വെറുപ്പ്, അതുപോലെ ദേഷ്യം, അതുപോലെയുള്ള ഫിയർ, ഭയം, അങ്ങനത്തെ ഇമോഷൻസൊക്കെ ക്രിയേറ്റ് ആവുന്നു 6 months ആകുമ്പോഴത്തേക്കും. ദെൻ 12 months ആകുമ്പോഴത്തേക്ക് എക്സൈറ്റ്മെൻറ്റ് ഡിലൈറ്റ് ആവുന്നു, സെയിം ടൈം ഡിസ്ട്രസ്സും ആങ്കറും ഡിസ്ഗസ്റ്റും ഫിയറൊക്കെ തന്നെ ആയിട്ട് വീണ്ടും കൺവേർട്ട് ആവുന്നു അല്ലേ. പക്ഷേ അതിൽ ഡിലൈറ്റ് പിന്നെ എന്താവുന്നുണ്ട്, ഇലേഷൻ ആവുന്നുണ്ട്, അഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇലേഷൻ മീൻസ് ആഹ്ലാദം, എക്സ്ട്രീം ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. ഒരു 1 year ഒക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം, അതല്ലെങ്കിൽ ഇത്തരം ഡിസ്ട്രസ്സും ആങ്കറും അതുപോലെ ഫിയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദെൻ 18 months ആകുമ്പോൾ 1.5 years ആകുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ ഡിലൈറ്റും ഇലേഷനും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രസ്, ജലസും കൂടെ അതിൽ ആഡ് ആയി വരുന്നുണ്ട്. അതുപോലെ ആങ്കറും ഡിസ്ഗസ്റ്റും ഫിയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദെൻ 24 months ആകുമ്പോൾ 2 years ആകുമ്പോൾ എന്താണ്, എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെയായി മാറുന്നു, ഡിലൈറ്റും ഇലേഷനും ആവുന്നുണ്ട്, സന്തോഷം, ആഹ്ലാദമൊക്കെ ഉണ്ടാവുന്നതിനോടൊപ്പം എന്തുണ്ട്, ഡിസ്ട്രസ്, ജലസും കൂടെ ആവുന്നുണ്ട്. അതുപോലെ ആങ്കറും ഡിസ്ഗസ്റ്റും ഫിയറൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. ഡിലൈറ്റ് ഒരു ഭാഗമാണ്, അതുപോലെ ഡിസ്ട്രസ് വേറൊരു ഭാഗമാണ്. സന്തോഷവും അതുപോലെ തന്നെ ഈ ഡിസ്ട്രസ് മീൻസ് എന്താണ്, അതിൽ ആങ്കറും ഡിസ്ഗസ്റ്റും ഫിയറൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വികാരമാണ് എന്ത്, ഡിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കുട്ടികളുടെ ഇമോഷൻസ് ഒരു ബർത്ത് ടു 2 yearsൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ കാതറിൻ ബ്രിഡ്ജസ് അവരുടെ സ്റ്റഡീസിലൂടെ കണ്ടെത്തിയത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതോടെ നമ്മൾ 6th ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.